അമീർ ഖാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ലഗാൻ എന്നുള്ള ഐക്കോണിക് സിനിമ PVR ഫോറം മോളിൽ ലിസ്റ്റ് ചെയ്തപ്പോഴേക്കും അത് ഇതുവരെ കാണാത്ത എൻ്റെ വൈഫിനെയും കൊണ്ട് ഞാൻ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ കാണാനായിട്ട് സ്ക്രീൻ 7ലേക്ക് പോയി. ഈ സിനിമ കാണാൻ ആകേണ്ടത് 4 പേരാണ്. അതിനകത്ത് ഒരാൾ നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയായിരുന്നു. ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് ഞാൻ 99 റുപ്പീസിൻ്റെ ഓഫർ ഉണ്ടോ എന്ന് അറിയാൻ വീണ്ടും അവിടെ ചെന്ന് എൻക്വയറി ചെയ്തപ്പോൾ ഇത്തവണ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു. കോംബോ ഓഫർ എനിക്ക് കിട്ടി. സാൻഡ്വിച്ച് പെപ്സി കോംബോ ഓഫറാണ് എനിക്ക് കിട്ടിയത്. പൊതുവേ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡില്ല, പെപ്സിയുടെ കോംബോ ഗ്ലാസ് ഇല്ല, സവാള ഇല്ല, തക്കാളി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫർ ഡിനൈ ചെയ്യാറ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് സാധനം കിട്ടി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഐസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 350 ml ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ കിട്ടി. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു കോംബോ ഓഫറായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഈ പടം ഒന്നുകൂടി തിയേറ്ററിൽ കണ്ടിട്ട് രോമാഞ്ചം ഓടിച്ചൊരു വിധമായി. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലഗാൻ റിലീസ് എക്സ്പീരിയൻസ്. അമീർ ഖാൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് അമീർ ഖാൻ ഫിലിം ഫെസ്റ്റിവൽ 2 ആഴ്ചത്തേക്ക് നമ്മുടെ PVR ഇന്ത്യയിലെ എല്ലാ തിയേറ്റേഴ്സിലും PVR ഇനോക്സ് തിയേറ്റേഴ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അനുഭവം കൂടി ലഗാൻ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോയി. പണ്ട് ഞാൻ ലഗാൻ തിയേറ്ററിൽ തന്നെ കണ്ട സിനിമയാണ്. പക്ഷേ അനുഭ ഇന്നേ വരെ ലഗാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിയേറ്ററിൽ ഞാൻ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും അനുഭവം കൂടെ വരികയാണ് ഉണ്ടായത്. ഞങ്ങൾ രാവിലത്തെ ഷോയ്ക്കാണ് പോയത്. ഇന്ത്യയിലുള്ള എല്ലാ PVR ഇനോക്സ് തിയേറ്റേഴ്സിലും രാവിലെ തൊട്ട് രാത്രി വരെ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് 2 ആഴ്ച അമീർ ഖാൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഹിറ്റ് സിനിമകളും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ലഗാൻ അനുഭവമായിട്ട് കാണാൻ പോയത്. എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അറിയാമോ. ഇറ്റ് വാസ് എ റിമൈൻഡർ, വൺസ് അഗെയിൻ എ റിമൈൻഡർ വൈ അഷ്തോഷ് ഗവാരിക്കർ, AR റഹ്മാൻ ആൻഡ് അമീർ ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ലെജൻഡ്സ്. ഇപ്പോഴത്തെ ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബോളിവുഡ് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ റിമൈൻഡ് ചെയ്ത് തരികയാണ് ചെയ്തത് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ. ഇപ്പോഴത്തെ ആ ഒരു അറ്റ്മോസ് എഫക്റ്റോ പരിപാടികളോ ഒന്നുമില്ല, ഒരു സംഭവങ്ങളും ഇല്ലാത്തൊരു സിനിമ. ഐ ഡോണ്ട് റിയലി നോ ദ കറക്റ്റ് DCP. ഞാനത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എഡിറ്റ് ചെയ്തേക്കാം. ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 മണിക്കൂർ മുകളിലുള്ള സിനിമകൾ കാണുമ്പോൾ ബോറടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. റീൽസൊക്കെ കണ്ട് നമുക്ക് ലോങ് വീഡിയോസ് കാണാൻ തന്നെ മടുപ്പായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് ഏകദേശം 4 മണിക്കൂർ 3 മണിക്കൂർ 44 മിനിറ്റ് എന്തുകൊണ്ട് ഈ സിനിമയുടെ റൺ ടൈം ഇത് റിലീസ് ചെയ്യണം എന്നിട്ടുണ്ടല്ല ഒരു സെക്കൻഡ് ബോറടിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫാക്ടർ. അതിൽ ഓൾമോസ്റ്റ് 2 മണിക്കൂർ ക്രിക്കറ്റ് മാച്ചാണ്. അത് എടുത്ത് വെച്ചിരിക്കുന്ന കാണണം. ബാക്ക്ഡ് അപ്പ് ബൈ സ്ട്രോങ് അൾട്രാ ലെജൻഡറി മ്യൂസിക് ബൈ AR റഹ്മാൻ. ഓരോ പാട്ടുകളായിക്കോട്ടെ നമ്മൾ കൂടെ പാടും തിയേറ്ററിലിരുന്ന്. അനുവ ലിറ്ററലി കൂടെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു. ഞാൻ താളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് അടിപൊളി ഒരു ആൽബമുള്ള ഒരു കിടിലം പടമാണ് ലഗാൻ. ഞാൻ ലഗാൻ എന്നുള്ള സിനിമയെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് മെയ്ഡ് ഇൻ ഇന്ത്യ. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ബോളിവുഡിലുള്ള മേക്കേഴ്സും ആക്ടേഴ്സും ഒക്കെയാണ്. കാരണം ദേ ഷുഡ് റീവാച്ച് ദീസ് മൂവീസ്. ലാലേട്ടൻ്റെ ഒരവസ്ഥയാണ് എനിക്കിപ്പോഴത്തെ ബോളിവുഡ് സിനിമകളുടെ കാര്യം തോന്നുന്നത്. കാരണം ഇവരൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ച സാധനങ്ങൾ ഇവർ തന്നെ മറന്നുപോയോ, അല്ലെങ്കിൽ അവരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരവസ്ഥ, ഒരു സെൽഫ് റിയലൈസേഷൻ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. വാട്ട് ദേ ആർ ഡൂയിങ് നൗ എന്നുള്ളത്. ഞങ്ങൾ കാണാൻ പോയ ഇതേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് 2 മൂവീസും കൂടി അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആ 2 മൂവീസും ഞങ്ങൾ രാവിലെ ലഗാനും തമ്മിലൊരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പറയുമ്പോൾ AR റഹ്മാനായിരുന്നു രാവിലെ ഞങ്ങൾ കാണാൻ പോയ ഈ ലഗാൻ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഷോ നടക്കേണ്ടിയിരുന്നത് ഗജ്നി ആയിരുന്നു. ഗജ്നിയുടെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് AR റഹ്മാൻ തന്നെയാണ്. ഹിന്ദിയിലേക്ക് ഗജ്നി റീമേക്ക് ചെയ്ത് അമീർ ഖാൻ അഭിനയിച്ച മൂവിയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. അന്നത്തെ ദിവസം വൈകുന്നേരം ഉണ്ടായിരുന്ന ഷോ റംഗ് ദേ ബസന്തി, AR റഹ്മാൻ വിത്ത് അമീർ ഖാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അത്രയും ഒരു വേറെ ലെവൽ 3 സിനിമകൾ ഒരേ ദിവസം ഉണ്ടായിരുന്നു. അതങ്ങനെ ഇട്ടതിൻ്റെ ഒരു കുഴപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പടം കാണാൻ പറ്റാതെ പോയി എന്നുള്ളൊരു സങ്കടമായിപ്പോയി എനിക്ക്. അനുഭവിക്കും അന്ന് വളരെയധികം തിരക്കേറിയൊരു ദിവസമായിരുന്നു. ഞങ്ങൾ സമയം ഉണ്ടാക്കി പോയതാണ്. ഞാനും കുറച്ചധികം തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്കും അത് മിസ്സായിപ്പോയി. ഗജ്നി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അനുമനെ വീട്ടിലാക്കിയിട്ട്
തിരിച്ചു പോയി ഗജനി കാണാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഗജനിയുടെ ഷോ ക്യാൻസലായി പോയി. എന്തോ ഒരു ടെക്നിക്കൽ എറർ എന്തോ സംഭവിച്ചു. ഷോ ക്യാൻസലായി പോയി. ടിക്കറ്റ് എടുത്ത എല്ലാവരുടെയും പൈസ റീഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അയ്യോ, എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഗജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്, ഹിന്ദിയിലെ റീമേക്ക് പോലും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തമിഴിൽ സൂര്യയുടെ ആക്ടിംഗ് ആണ് കൂടുതൽ ഇഷ്ടമായെങ്കിൽ പോലും ആസ് എ മൂവി എനിക്ക് ഹിന്ദി ഗജനിയാണ് ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഹിന്ദിയിലെ ഗജനി ഫീൽ ചെയ്തത്. തമിഴ് ഗജനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ഏറ്റവും വളരെ മോശമായിട്ട് അഭിനയിച്ചൊരു സിനിമയായിട്ട് തോന്നിയ ഒരു സിനിമയായിരുന്നു. നയൻതാരയുടെ പെർഫോമൻസ് എനിക്ക് ഗജനി തമിഴിൽ ദ ഒറിജിനൽ ഗജനിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എത്ര പേർക്ക് അറിയുമോയെന്നറിയില്ല, ഈവൻ തമിഴ് ഗജനിയാണെങ്കിലും ശരി, വേറെ ഏത് ഭാഷയിലേക്ക് ഗജനി റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഇതെല്ലാം ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമയായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആ കാര്യം. ക്രിസ്റ്റഫർ നോളൻ്റെ മെമൻറ്റോ എന്നുള്ള സിനിമയുടെ റീമേക്കാണ് ഇതെല്ലാം. അൺഒഫീഷ്യൽ റീമേക്കാണ്. ഒരു വ്യക്തി പറഞ്ഞാൽ കോപ്പി അടിച്ച് ചെയ്താണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവമാണ്. എൻ്റെ അറിവിൽ എങ്ങും ഇവർ അതിന് ക്രെഡിറ്റും കൊടുത്തിട്ടില്ല, റൈറ്റ്സും വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്തായാലും എങ്ങനെ ഇരുന്നാലും ഗജനി അപ്പോഴും എൻ്റെ മനസ്സിൽ ഇടം നേടിയൊരു സിനിമയാണ് ഹിന്ദി. തമിഴ് എനിക്ക് ഒറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടമുള്ളൂ, ദാറ്റ് ഇസ് സൂര്യ. അസിൻ തന്നെയാണ് രണ്ട് സിനിമയിലും അഭിനയിച്ചിരിക്കുന്നത്. ഹിന്ദി കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളൊരു ബെറ്റർ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ദ ഡയറക്ടർ ഇസ് ഓൾസോ സെയിം. AR മുരുകദാസ് തന്നെയാണ് തമിഴും ഹിന്ദിയും ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അത് മിസ്സായിപ്പോയി. അതുപോലെ ഒരുപാട് സിനിമകൾ അമീർ ഖാൻ്റെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് വന്ന എല്ലാ സിനിമകളും സത്യം പറഞ്ഞാൽ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അമീർ ഖാൻ്റെ. ഇതുവരെ അമീർ ഖാൻ്റെ ഏതെങ്കിലും ഒരു സിനിമ കാണാത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ അമീറിൻ്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ കണ്ടതുമാണ്. ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും തിയേറ്ററിൽ കണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ട നടൻ കൂടിയാണ്. ഹൃത്തിക് റോഷനാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആൻഡ് ഐക്കോൺ. അത് എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയായിരിക്കും എക്കാലം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ അമീർ ഖാനാണ്. പിന്നെ എനിക്ക് ഇർഫാൻ ഖാൻ ഭയങ്കര ഇഷ്ടമാണ്. നസറുദ്ദീൻ ഷാ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഇൻ ടേംസ് ഓഫ് ആക്ടിങ്ങാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇവരെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ആസ് സ്റ്റാർ എനിക്ക് ഷാറുഖ് ഖാനെ ഇഷ്ടമാണ്. ആക്ച്വലി എൻ്റെ ഏറ്റവും ഫേവററ്റ് മൂവിയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് കൽ ഹോ ന ഹോ. കാരണം എനിക്ക് ആ സിനിമ എത്ര തവണ കണ്ടാലും മതിയാവില്ല. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിരിക്കുന്ന ഒരു ഹിന്ദി സിനിമകളിലൊന്നാണ് കൽ ഹോ ന ഹോ. അതൊരു എക്സെപ്ഷനാണ്. ഷാറുഖ് ഖാൻ്റെ സ്വദേശ് എനിക്കിഷ്ടമാണ്, ഡയറക്റ്റഡ് ബൈ ദ സെയിം ഡയറക്ടർ ഓഫ് ലഗാൻ, അഷ്ടോഷ് ഗവാരിക്കർ. ഈവൻ എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല, അഷ്ടോഷ് ഗവാരിക്കറിൻ്റെ തന്നെ മൂവിയാണ് ജോധ അക്ബർ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇടം നേടിയ സിനിമകളാണ്. പക്ഷേ ഇപ്പോഴത്തെ അഷ്ടോഷ് ഗവാരിക്കറിൻ്റെ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഈ സിനിമകൾ പോലെ ഒരു ക്വാളിറ്റിയിലേക്ക് വരാറില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. എന്തായാലും ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് കം ബാക്ക്. അപ്പോൾ ഇതേ ഒരു ട്രയോ, അമീർ ഖാൻ, അഷ്ടോഷ് ഗവാരിക്കർ, AR റഹ്മാൻ, ആ ഒരു ട്രയോ ഒരു കിടിലൻ പടമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും അമീർ ഖാൻ ഫെസ്റ്റിവലിലെ എല്ലാ സിനിമകളും കാണാൻ പറ്റാതെ പോയി. പക്ഷേ ഇത് എനിക്കൊരു റിഗ്രറ്റ് അങ്ങനെ ഇല്ല. കാരണം ഞാൻ പണ്ടേ ഈ സിനിമകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തിയേറ്ററിൽ കണ്ടതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമീർ ഖാൻ്റെ ഒരു മൂവിയുണ്ട്, മംഗൽ പാണ്ഡെ. അത് റിലീസിന് വന്നിട്ടുണ്ടായിരുന്നോ എന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. 3 Idiots റിലീസിന് വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അനുപ കുറേ സിനിമകളൊന്നും ഇതിനകത്തുള്ള ലിസ്റ്റിലുള്ള പടങ്ങളൊന്നും കണ്ടിട്ടുണ്ടായില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അനുപ കുറച്ചധികം തിരക്കുകളിലാണ്. സ്വന്തം കടയൊക്കെ ആയിട്ട് ആൾ ബിസിയായി പോയതുകൊണ്ടാണ്. പക്ഷേ ഷീ ഫൗണ്ട് ടൈം ടു വാച്ച് ദിസ് മൂവി ആൻഡ് അനുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അനുപത ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നേരെ ഇരിപ്പുണ്ട്. പക്ഷേ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണിത്. അവൾ അത്രയും എൻജോയ് ചെയ്ത് ഈ സിനിമ കണ്ടു. സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഞങ്ങൾ 5 പേരോ 6 പേരോ ആകെ മൊത്തത്തിൽ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ കണ്ടത്. 4 പേരുണ്ടായിരുന്നുള്ളൂ. അവളവിടെ നിന്ന് 4 എന്ന് പറഞ്ഞു. 4 പേരുണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. എനിവേസ്, ഇതുപോലുള്ള നല്ല നല്ല റിലീസസ് ഇനിയും വരട്ടെ. നെക്സ്റ്റ് ടൈം റിലീസ് വരുമ്പോഴേക്കും ജസ്റ്റ് സ്കാൻഡ് പരിപാടി അല്ലാതെ ഒന്ന് റെസൊല്യൂഷൻ കുറച്ചും കൂടി കൂട്ടി കൊണ്ടുവന്നാൽ കുറച്ചും കൂടി രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. എന്നും പറഞ്ഞ് ഇത് ക്ലാരിറ്റി മോശമായിരുന്നു, അങ്ങനെ ഒന്നുമല്ല. ഇത് ഫിലിമിൽ ചിത്രീകരിച്ചൊരു സിനിമയാണ്. ഫിലിമിൻ്റെ സ്കാൻഡ് കോപ്പി എടുത്ത് ഡിജിറ്റലാക്കി DCP ആക്കിയിട്ട് ആണ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കറക്റ്റ് DCP ഇതുവരെ കിട്ടിയിട്ടില്ല. അറിയുമ്പോഴേക്കും ഞാൻ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ സ്പ്രെഡ്ഷീറ്റ് അതിൻ്റെ ലിങ്ക് എപ്പോഴും ഞാൻ വീഡിയോയുടെ താഴെ ഇടാറുണ്ട്. ആ ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവം, വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ,
കട്ട നൊസ്റ്റാൾജിയം. അതായിരുന്നു എനിക്ക് ലഗാൻ്റെ റിലീസ് എക്സ്പീരിയൻസ്. നിങ്ങൾ ലഗാൻ ഉൾപ്പെടെ വേറെ ഏതൊക്കെ സിനിമകൾ റിലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിലീസ് ചിത്രം ഏതാണെന്നുള്ള. എൻ്റെ മനസ്സിൽ ടോപ്പിൽ നിൽക്കുന്നത് ദേവദൂതനാണ്. അതിൻ്റെ അപ്പുറം ഒരു റിലീസ് എൻ്റെ മനസ്സിൽ വേറെ ഇല്ല. കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയിൽ വന്ന ഒരു DCP ഓഫ് റിലീസ് മൂവി എൻ്റെ മനസ്സിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ദേവദൂതനാണ്. അതിനുശേഷം അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു മണിച്ചിത്രത്താഴ്. ആസ് എ മൂവി നമുക്കറിയാം മണിച്ചിത്രത്താഴ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ റിലീസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ കഹോന പേരെ കണ്ടപ്പോഴും ഭയങ്കര ഒരു ഫീലായിരുന്നു. പക്ഷെ അത് ഒരു റീമാസ്റ്റേർഡ് DCP പരിപാടികളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് പ്യുവർ ഇമോഷൻ ഫോർ മീ ആസ് എ ഹൃതിക് റോഷൻ ഫാൻ. എന്തായാലും ഇതുപോലെ നല്ല നല്ല സിനിമകൾ റിലീസ് വരട്ടെ. അതിൽ എൻ്റെ ചെക്ക് ലിസ്റ്റുകളിൽ റിലീസ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന 2 സിനിമകളാണുള്ളത്. അത് ഒന്ന് ഓ ഫാബി എന്നുള്ള മലയാള ചിത്രവും, രണ്ടാമത്തത് ഗപ്പിയാണ്. കാരണം ഗപ്പി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഞാൻ വൈ ഐ ഡിഡൻ വാച്ച് ദാറ്റ് മൂവി ഇൻ തിയേറ്റർ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തന്നെ എന്നോട് ക്ഷമിക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത തെറ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഓബ്വിയസ്ലി ഓ ഫാബി. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് പരിപാടി ഓ ഫാബിയാണ് ആക്ച്വലി. കാരണം ഓ ഫാബി ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ ആദ്യമായി എൻ്റെ അച്ഛൻ എന്നെ തിയേറ്ററിൽ കൊണ്ടു കാണിച്ച സിനിമയാണ് ഓ ഫാബി. അത് കിടിലം പടമായിരുന്നു. എത്ര പേരെ സിനിമ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണല്ലേ, അത് റിലീസ് വരുമ്പോൾ കണ്ടാൽ മതി. സംഭവം യൂട്യൂബിൽ കിടപ്പുണ്ട് ഓ ഫാബി. മലയാളത്തിലെന്ന് മാത്രമല്ല, എനിക്കൊന്ന് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർട്ടൂൺ ആൻഡ് റിയൽ ലൈഫ് ആളെ വെച്ചിട്ടുള്ള ഒരു അതിനെന്താ പറയണത്, ഹൈബ്രിഡ് പടം ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് വെറുതെ റേഞ്ച് സാധനമായിരുന്നു. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ യൂട്യൂബിൽ കയറി കാണാൻ നിൽക്കല്ലേ. അത് തിയേറ്ററിൽ വരണയാണെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. സ്പേസ് ജാം എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് മൈക്കിൾ ജോർദൻ ഉണ്ട്, കൂടെ തന്നെ ബക്സ് ബണി, ലൂണി ടൂൺസ് കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അത് നിങ്ങൾ ആയിരിക്കും നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ മലയാളത്തിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഐ വാസ് സോ ഫോർച്ചുനേറ്റ് ആൻഡ് ലക്കി ആൻഡ് സോ ബ്ലെസ്ഡ് ടു ഹാവ് സീൻ ദാറ്റ് മൂവി ആസ് മൈ ഫസ്റ്റ് മൂവി. ഞാൻ രണ്ടാമത് കണ്ട സിനിമ ഏതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. എൻ്റെ ഫാദറിനോട് എനിക്ക് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം രണ്ടാമത് ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ കണ്ട സിനിമ ജുറാസിക് പാർക്കാണ് എൻ്റെ ഓർമ്മയിൽ. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കുറേ റിലീസ് സിനിമകൾ വരട്ടെ. ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ ഗംഭീരമായ ഒരു റിലീസ് അനുഭവമായിരുന്നു. ഡ്യൂൺ പാർട്ട് 2 ഞാൻ ഇനീഷ്യലിയും ഐമാക്സിൽ കണ്ടാണ്. റിലീസ് ചെയ്തപ്പോഴും ഐമാക്സിൽ കണ്ടു. ഇപ്പം തന്നെ ഞാൻ 5 തവണ ഡ്യൂൺ പാർട്ട് 2 കണ്ടു. എൻ്റെ വലിയൊരു ആഗ്രഹം ഡ്യൂൺ പാർട്ട് 1 ഐമാക്സിൽ കാണാൻ പറ്റണമെന്ന്. കാരണം അതിറങ്ങിയപ്പോൾ OTTയിലാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ കൊറോണ ടൈമിലാണ് ഇറങ്ങിയത്. എനിക്ക് പാർട്ട് 1 തിയേറ്ററിൽ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അത് വലിയൊരു മിസ്സാണ് എന്നെ സംബന്ധിച്ചിട്ട്. അങ്ങനെ കുറേ സിനിമയുണ്ട്, ഇഷ്ടം പോലെ ഐമാക്സ് ചിത്രങ്ങൾ റിലീസിന് വരണമെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. ടോപ്പ് ഗൺ മാവറിക് ഞാൻ 4DXലാണ് കണ്ടത്, ഐമാക്സിൽ കാണാൻ പറ്റിയില്ല. ഐമാക്സിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഐമാക്സിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ടവൻ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്പ്രെഡ്ഷീറ്റിൽ തന്നെ 2025 മൂവീസ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്ന 66 സിനിമകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ DCP ഡീറ്റെയിൽസ് ഉണ്ട്, ഇക്കൊല്ലം ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും. അതുകൂടാതെ എപ്പിക് ഫോർമാറ്റിൽ ഇറങ്ങിയ സിനിമകൾ, അതിൻ്റെ റേഷ്യോ, ഡേറ്റ്, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് കിടപ്പുണ്ട് ഇതിൽ തന്നെ. പിന്നെ 2024 ഞാൻ ഈ പരിപാടി തുടങ്ങിയത്, ഈ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കൽ. അപ്പോൾ അന്ന് 2024 കണ്ട 203 സിനിമകളുടെയും 201 സിനിമകളുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എവിടെ കണ്ടു, എത്ര രൂപയായി, എത്ര പൈസ ചിലവായി, അത് തന്നെയല്ലേ, എത്ര രൂപയായി, പിന്നെ എത്ര രൂപ ഫുഡ് പരിപാടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, അതുപോലെ ഏത് സീറ്റിലാണ് ഇരുന്നത്, ഏത് തിയേറ്ററിലാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡീറ്റെയിൽഡ് തിങ് ഉണ്ട്. ഞാനിപ്പോൾ 2024 തുടങ്ങിയതാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് വൈഫും ഉണ്ട്, അതുപോലെ നമ്മുടെ അഖിലും ഉണ്ട്. പിന്നെ OTT വാച്ചസ് ഞാൻ ഏതൊക്കെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ എടുത്ത് നോക്കുക, ഇൻട്രസ്റ്റഡ് ആൾക്കാർ എടുത്ത് നോക്കുക. എന്തായാലും ദ ലഗാൻ റിലീസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വാസ് സൂപ്പർബ്. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ സച്ച് റിലീസ് മൂവീസ്. കാരണം അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഒരു സിനിമ ആരാധകനെ സംബന്ധിച്ച്, ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് ഇത് ഭയങ്കര നൊസ്റ്റാൾജിക്ക്. അത് അല്ലാത്ത ആൾക്കാർ വിചാരിക്കും വേറെ പണിയൊന്നുമില്ല ഈ ഓൾറെഡി OTT കിടക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കിടക്കുന്ന സിനിമകളൊക്കെ പോയി തിയേറ്ററിൽ കാണാമെന്നുള്ളത്. അതിനൊറ്റ ഉത്തരവുള്ളൂ,
സിനിമ തിയേറ്ററിൽ കാണുന്ന അനുഭവം അത് വേറെ തന്നെയാണ്. കുറേ ആളുകളുടെ കൂടെ ഇരുന്ന് കാണുന്നതും അല്ലെങ്കിൽ ആ വലിയ സ്ക്രീനിൽ ഇരുന്ന് കാണുന്നതോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിനകത്ത് ഇരുന്ന് കാണുന്ന ഫീല്, ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. അതൊരു സിനിമാ പ്രേമിക്ക് അല്ലെങ്കിൽ ഒരു തിയേറ്റർ സ്നേഹിക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഒരു പെറ്റ് നമ്മളെ വിട്ടുപോയാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹം മനസ്സിലാക്കാൻ ഒരു പെറ്റ് ലവറിനെ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യം. അത് ഒരു സിനിമാ സ്നേഹിക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പറഞ്ഞാൽ നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ആശംസകൾ. ബൈ ബൈ.